നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകാൻ ശ്രമിക്കുന്ന യുവത്വമാണ് ഇന്നത്തേത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വൈറലാവുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക്. സമൂഹ മാധ്യമങ്ങളിൽ പല വിധത്തിലാണ് ആളുകൾ വൈറലാകുന്നത്. വൈറലാകാൻ കരുതിക്കൂട്ടി ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നവരും അറിയാതെ വൈറലാകുന്നവരും അക്കൂട്ടത്തിൽ പെടും. അതുപോലെ തന്നെ വൈറലാകാൻ കഷ്ടപ്പെട്ടിട്ട് അവസാനം പണി കിട്ടുന്നവരും ഏറെയാണ്. അത്തരത്തിൽ വൈറലാകാൻ കൊതിച്ചൊരു യുവ അഭിഭാഷകന് 8ന്റെ പണി കിട്ടിയ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വൻതോതിൽ ചർച്ചയാകുന്നത്. അഭിഭാഷകനായി എൻറോൾ ചെയ്തതിന്റെ റീൽ വൈറലാകാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ദൃശ്യം തന്നെ ഷൂട്ട് ചെയ്ത് ഉപയോഗിച്ച യുവ അഭിഭാഷകനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഭിഭാഷകനെതിരെ ഇപ്പോൾ നടപടി തുടങ്ങുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് അഭിഭാഷകർക്ക് വേണ്ട അച്ചടക്കത്തിന്റെ പ്രസക്തിയാണ്. റീൽ വൈറലായതിന് പിന്നാലെ അച്ചടക്ക ലംഘനത്തിന് നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാട്ടി കേരള ബാർ കൗൺസിൽ നോട്ടീസ് നൽകി. അഡ്വക്കേറ്റ് ആക്ട് വകുപ്പ് 35 പ്രകാരം നൽകിയ നോട്ടീസിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലും വിലക്കാം. അഭിഭാഷകന്റെ പ്രവൃത്തി നീതിന്യായ സംവിധാനത്തിന്റെ അന്തസ്സിന് കളങ്കമേൽപ്പിക്കുന്നതാണെന്ന് കാട്ടിയാണ് നോട്ടീസ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ഫായിസ് ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. ഇതിനിടയിലാണ് റീലിനായുള്ള ഷൂട്ട് നടത്തിയത്. ജഡ്ജിയുടെ കാറിന്റെ മുൻവശം കാണിച്ചു തുടങ്ങുന്ന വീഡിയോയിൽ ഹൈക്കോടതി കെട്ടിടവും എൻറോൾമെന്റ് ചടങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 സെക്കൻഡുള്ള റീൽ ബുധനാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലായി മാറി. വ്യക്തമായ പദ്ധതിയോടെയാണ് റീൽ ചിത്രീകരിച്ചതെന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. തീർത്തും പ്രൊഫഷണൽ ആയിരുന്നു റീൽ. ഇതിനിടെയാണ് അപ്രതീക്ഷിത നടപടി വരുന്നത്. ചാവക്കാട് മുത്തുവട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഫായിസ് ആണ് എൻറോൾമെന്റ് ദിനത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം ഉപയോഗിച്ച് റീൽ ചിത്രീകരിച്ചത്. സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് ഫായിസ് പങ്കുവച്ച വീഡിയോയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനവും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് നീതിന്യായ വകുപ്പിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബാർ കൗൺസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ജൂൺ 1-നായിരുന്നു മുഹമ്മദ് ഫായിസ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. അന്നേ ദിവസം ചിത്രീകരിച്ച 30 സെക്കൻഡ് വരുന്ന റീൽ ആരംഭിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനം കാണിച്ചുകൊണ്ടാണ്. ഇതുകൂടാതെ ഹൈക്കോടതിയുടെ അകത്തു നിന്നുള്ള രംഗവും റീലിലുണ്ട്. പരസ്യ താൽപര്യത്തോടെയുള്ള റീൽ ചിത്രീകരണത്തിൽ ജഡ്ജിയുടെ വാഹനമടക്കം ദുരുപയോഗപ്പെടുത്തിയത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അനാദരവാണെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ അഭിഭാഷകൻ മാപ്പപേക്ഷ നൽകണമെന്നാണ് സൂചന. ഇത്തരത്തിലെ ആദ്യ സംഭവമാണിത്. അതുകൊണ്ട് തന്നെ യുവ അഭിഭാഷകനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ.